ഹലോ മൈ ഡിയേഴ്സ്, ജെഇ മെയിൻസ് 2024 ഒരു ഓർഗാനിക് കെമിസ്ട്രി ചോദ്യവുമായിട്ടാണ് മിസ് എത്തിയിരിക്കുന്നത്. സോ ദിസ് കോമ്പൗണ്ട് എ റിയാക്ട് വിത്ത് ആൽക്കഹോളിക് NaOH, B is formed, and this B is reactive with HBr, compound C is formed. Identify B and C and how are A and C related. റിയാക്റ്റൻറ്റും റിയേജൻസും കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി ഹാലോ ആൽക്കീൻ ആൻഡ് ഹാലോ അരീൻസ് എന്നുള്ള ചോദ്യമാണിത് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ രണ്ട് ബ്രോമിൻ ആറ്റങ്ങളുണ്ട്. അതിൽ ഒരു ബ്രോമിൻ sp2 ഹൈബ്രിഡൈസ്ഡ് കാർബണുമായും രണ്ടാമത്തെ കാർബൺ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏത് ബ്രോമിനായിരിക്കും എളുപ്പത്തിൽ ബ്രേക്ക് ആവുക? sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും എളുപ്പത്തിൽ ബ്രേക്ക് ആവുക. ദെൻ ആൽക്കഹോളിക് NaOH എന്ന് പറയുന്ന ഒരു സ്ട്രോങ് ബേസ് കണ്ടീഷനാണ്. അപ്പോൾ ഇവിടെ ഏത് റിയാക്ഷൻ ആയിരിക്കും നടക്കുക? ഡീഹൈഡ്രോ ഹാലോജനേഷൻ അല്ലെങ്കിൽ എലിമിനേഷൻ റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുക അല്ലേ. എലിമിനേഷൻ റിയാക്ഷൻ. അപ്പോൾ എലിമിനേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഇവിടെ നിന്ന് ഒരു ബ്രോമിനും ഇവിടെ നിന്ന് ഹൈഡ്രജനും എലിമിനേറ്റ് ചെയ്യുന്നു. ഇവിടെ ഏത് ബോണ്ട് വരും? ഡബിൾ ബോണ്ട് വരും. സോ കോമ്പൗണ്ട് ബി ഈസ്, നമുക്ക് ആദ്യം കോമ്പൗണ്ട് ബി എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. So this compound B is this alkene. Okay, compound B എന്ന് പറയുന്നത് ഈ ആൽക്കീൻ ആണ്. ഈ ആൽക്കീനിലേക്കാണ് നമ്മൾ അടുത്ത റിയേജന്റായി എന്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്? HBr ആഡ് ചെയ്യുന്നത്. ഇറ്റ്സ് ആൻ അൺസിമെട്രിക്കൽ ആൽക്കീൻ. അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് HBr അൺസിമെട്രിക്കൽ റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് റൂൾ ഓർക്കണം? മാർക്കോണിക്കോഫ്സ് റൂൾ. അൺസിമെട്രിക്കൽ റിയേജന്റായി HBrന്റെ നെഗറ്റീവ് പാർട്ട് ആൽക്കീനിലെ കുറവ് ഹൈഡ്രജൻ ആറ്റമുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും. ഇവിടെ നമുക്കറിയാം ഈ കാർബണിലുള്ളത് ഒരു ഹൈഡ്രജനും ഈ കാർബണിലുള്ളത് രണ്ട് ഹൈഡ്രജനുമാണ്. അപ്പോൾ തീർച്ചയായും HBrലെ ബ്രോമിൻ എവിടേക്കായിരിക്കും അറ്റാച്ച് ചെയ്യപ്പെടുക? ഈ കാർബണിലേക്കായിരിക്കും. സോ കോമ്പൗണ്ട് സി ഈസ്, ഇതായിരിക്കും നമ്മളുടെ കോമ്പൗണ്ട് സി. അപ്പം നമ്മുടെ ചോദ്യം ഐഡന്റിഫൈ ബി ആൻഡ് സി. നമ്മൾ ബിയും സിയും ഐഡന്റിഫൈ ചെയ്തു. ബിയും സിയും എന്താ നോക്കിക്ക് ആൽക്കീൻ വരുന്നത് നമുക്ക് രണ്ട് ഓപ്ഷനിൽ ഒരുപോലെ കോമ്പൗണ്ട് എ ബി കിട്ടിയിട്ടുണ്ട്. ദെൻ കോമ്പൗണ്ട് സി എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ 3യിൽ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ ആർ ദിസ് എ ആൻഡ് സി ആർ റിലേറ്റഡ്? എയും സിയും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇതാ നോക്കിക്കേ, ബ്രോമിൻ്റെ പൊസിഷനിൽ മാത്രമാണ് ഇവിടെ ചേഞ്ച് ഉള്ളത് അല്ലേ. ഇവിടെ ഈ കാർബണിലാണ് ബ്രോമിൻ എങ്കിൽ നമ്മുടെ സി എന്ന ഫൈനൽ പ്രോഡക്റ്റിൽ ബ്രോമിൻ്റെ പൊസിഷൻ തൊട്ടടുത്ത കാർബണിലേക്ക് മാറിയിരിക്കുന്നു. സോ ദേ ആർ എ ആൻഡ് സി ആർ പൊസിഷൻ ഐസോമേഴ്സ്. സോ ഓപ്ഷൻ 3 is our right answer. Okay.